നീ ഉറങ്ങിയില്ലടാ മോനെ ഇതുവരെ? ഞാൻ ഞാൻ എങ്ങനെ ഉറങ്ങുവച്ച ഈ രാത്രി? എനിക്കറിയാമടാ മോനെ നിന്റെ സങ്കടം. ഓട്ടടാ അവള്. നാളെ അവളുടെ കല്യാണമല്ല അച്ഛ. എന്തുമാത്രം സ്വപ്നം കണ്ടതാ ഞാൻ അവളെ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ആ സിദ്ധാർത്ഥൻ അവനല്ലേ എല്ലാം കുഴപ്പിച്ചത്. അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ അച്ഛ? തട്ടണ്ടാടാ, അവൻ ജീവിക്കണം. ചത്തതിനേക്കാൾ മോശമായി. നീ കേട്ടിട്ടില്ലേ ട്രോജൻ കുതിരയുടെ കഥ? ഒളിച്ചെടുക്കൽ നമുക്കുള്ളിൽ നിന്ന് തന്നെ തുടങ്ങാം. മാനസേ, മെർലിൻ വന്നിട്ടുണ്ട്. നീ എന്താടി ഇത്ര വൈകിയത്? നിന്നെ ഒരാളെ മാത്രമേ ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞതല്ലേ? ട്രാഫിക് ജാമിൽ പെട്ടുപോയി എന്റെ മോളെ. ഇതിപ്പോ നിന്റെ എത്രാമത്തെ കല്യാണം ഒരുക്ക? രണ്ടാമത്തെ അല്ലേ? അടുത്ത തവണ ഞാൻ നേരത്തെ വരാൻ കേട്ടോ. ഒന്ന് പോടി. താങ്ക് യു. എനിക്ക് വേണ്ട ഗൗരിജി. വേണ്ടെങ്കി വേണ്ട. ഗൗരിജി, നാത്തുന്റെ കല്യാണമായിട്ട് ഗൗരിജി എന്തൊരു ഉത്സാഹം ഇല്ലാതെ? കല്യാണോ? ഇതിവിടെ ഇപ്പൊ എല്ലാ ആഴ്ചയും നടക്കുന്ന ഒരു ചടങ്ങല്ലേ. എന്നാലും ചേച്ചിക്ക് നാത്തുനോട് സ്നേഹമില്ലാന്ന് പറയാൻ പറ്റില്ല. ഒരുക്കാൻ വന്നില്ലേ? ഞാൻ ഒരുക്കാൻ വന്നതൊന്നുമല്ല. വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോ ഒരു കപ്പ് ചായ കൊടുക്കുന്നത് ഒരു മര്യാദ, അത്രേ ഉള്ളൂ. മെർലിൻ, അതൊന്നും മൈൻഡ് ചെയ്യാൻ നിക്കില്ലേ. അങ്ങനെ ചെയ്താൽ അതിന് നേരം ഉണ്ടാവും. അയ്യേ, ഇതെന്തൊരു ഒരുക്കവാടി. ഒരു പോസ്റ്റ് ലുക്കൊക്കെ വേണ്ടേ SP ഹരിശങ്കറിന്റെ അനിയത്തിക്ക്? SP ഹരിശങ്കറിന്റെ അനിയത്തിയാണേലും മാനസ തന്നെയാ. ഇത്രയൊക്കെ മതി. ആ, ഓക്കെ, റെഡി. ഗൗരി ഇല്ലായിരുന്നു നിങ്ങളുടെ കൂടെ? ഇല്ല ഹരിയേട്ടാ. സമയമായല്ലോ. ഇവിടുന്ന് എവിടെ പോയി? നിങ്ങൾ ഇന്ന് കാറിലിരിക്കെ, ഞാനിപ്പോ വരാം. ഗൗരി, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഹരിയോട് എത്ര പ്രാവശ്യം പറയണം ഞാൻ വരുന്നില്ല എന്ന്? ഗൗരി, തീരെ മൈന്യൂട്ടായ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇത്ര അഡമന്റ് ആയ ഒരു സ്റ്റാൻഡ് എടുക്കരുത്. വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന സംഭവമാണ്. അത് സാധാരണക്കാർക്ക്, ഹരിയുടെ അനിയത്തിക്കല്ല. ഒരിക്കൽ കെട്ടിയൊരുക്കി ഇവിടെ നിന്ന് രാജകീയ പ്രൗഢിയോടെ ഇറക്കി വിട്ടത് അവളെ. ഇനി ഒരു സ്ലം ഡോഗിന്റെ കൂടെ കെട്ടഴിച്ചു വിടാൻ, ഒരു 3rd സ്റ്റാൻഡേർഡ് സർക്കാർ ഓഫീസിന് മുന്നിൽ ക്യൂ നിൽക്കാൻ കളപ്പുരക്കൽ കരുണാകരന്റെ മകൾ ഗൗരിയെ കിട്ടില്ല. ഇത് നിന്റെ അവസാനത്തെ തീരുമാനമാണോ? ഹരി, I said it. Just leave me alone, please. ഒരു ചായ പറഞ്ഞിട്ട് എത്ര നേരമായി?
നീയോ? അമ്മ എവിടെ? അമ്മ അമ്പലത്തിൽ പോയി. ദേവയാനിയോ? അവരിന്ന് വരില്ലെന്ന് പറഞ്ഞു. മോക്ക് പനിയാണെന്ന്. വേണുവേട്ടാ, വേണുവേട്ടാ, ഞാൻ പൊയ്ക്കോട്ടെ? എങ്ങോട്ട്? എന്റെ ഏട്ടന്റെ കല്യാണമല്ലേ ഇന്ന്. ഞാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. വേണുവേട്ടന് ഇഷ്ടാവില്ലെന്നറിയാം. എന്നാലും എന്റെ ഏട്ടനല്ലേ, ഒന്ന് പോയി കണ്ടോട്ടെ ഞാൻ. നീ പോയിക്കോ മോളെ. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം രക്തത്തിലുള്ള സഹോദരനല്ലയോ. പോകുമ്പോ നീ കൈപിടിച്ചോണ്ട് വന്ന ആ വിഴുപ്പിനെയും കൂടെ കൊണ്ടുപോക്കോണം. ഈ പടി ഇറങ്ങിയാ പിന്നെ തിരിച്ചിങ്ങോട്ട് കയറാനും പാടില്ല. അല്ല പിന്നെ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വരനും കൂട്ടി എത്തിയിട്ടില്ല സാർ. നമുക്ക് അകത്ത് വെയിറ്റ് ചെയ്യാം. സാരമില്ല, അവർ വരട്ടെ. മൈനെ നീങ്ങുവാ. എന്നാ ശരി, നിങ്ങളകത്തേക്ക്. ആ പ്രിയേ, ഞാനിന്ന് ഡ്യൂട്ടിയിലില്ല. ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട് എന്റെ ഒരു അടുത്ത ഫ്രണ്ടിന്റെ. ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല. അവിടെ ക്ലോസ് ആയ ഇൻവിറ്റേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ. അത് ഞാൻ നോക്കിക്കോളാം. ഓക്കെ പ്രിയ, ബൈ ബൈ. വണ്ടി എടുത്ത്, ആക്സിഡന്റാ. അയ്യോ, ആളെ അറിയോ? ഒരു പിടിയും കിട്ടുന്നില്ല.
കാരണത്തിന് സ്പീഡ് കൂടിയോ എന്നൊരു സംശയം. ഓട്ടടാ, പെട്ടെന്നെത്താനുള്ള കൊതിയുണ്ടല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവരെ കൊണ്ട് ഓടിപ്പിക്കണ്ടെന്ന്. ഇപ്പൊ ഞാൻ ഓടിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടടാ. പഴയ കാരണവന്മാര് പറയാറില്ലേ, കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ദീർഘയാത്ര പോകാൻ പാടില്ല. ശ്രദ്ധ കൂടുതൽ വേണ്ടതും അപകടകരമായ ജോലികൾ ചെയ്യാൻ പാടില്ലെന്നൊക്കെ ഡ്രൈവിംഗും അക്കൂട്ടത്തിൽ പെടുന്നതാ. വിവാഹത്തിന് തൊട്ടു മുമ്പ് വരെയുള്ള സമയം കഷ്ടകാലമാണെന്നാ വെയ്പ്പ്. അതെന്താണ് അങ്ങനെ? എന്റെ അനുഭവത്തിന് നേരെ മറിച്ച വിവാഹത്തിന് ശേഷമുള്ള മുഴുവൻ സമയവും കഷ്ടകാലം. മനുഷ്യനെ പറ്റിക്കാനുള്ള ഓരോ വിശ്വാസങ്ങളെ. അങ്ങനെയല്ലടാ, മിക്ക വിശ്വാസത്തിനും ശാസ്ത്രമുണ്ട്. അതുപോലെ ഈ വിശ്വാസത്തിനുണ്ട് ശാസ്ത്രീയത. കല്യാണമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മുടെ മനസ്സ് സ്റ്റഡി ആവില്ല. മറ്റ് ദിവാസ്വപ്നങ്ങളിലേക്കും സങ്കല്പ ലോകത്തിലേക്കും ഒക്കെ പോവും. അതുകൊണ്ടാ ദീർഘയാത്ര ചെയ്യുമ്പോഴും അപകടകരമായ ജോലികൾ ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇപ്പോ ഡ്രൈവിംഗിന്റെ കാര്യം തന്നെ എടുക്കുക. ദിവാസ്വപ്നം വേണ്ട, ഉറക്കക്ഷീണം കൊണ്ട് 1 മിനിറ്റ് കണ്ണം നടഞ്ഞു പോയാ തീർന്നില്ലേ? അതെടാ, അങ്ങനെ എത്ര എത്ര ആക്സിഡന്റുകളാ. ഛേ, ഒരു മംഗളകർമ്മത്തിന് പോകുമ്പോഴാണോ ആക്സിഡന്റിന്റെ മരണത്തിന്റെ ഒക്കെ കാര്യം പറയുന്നത്? പക്ഷെ മൃതദേഹം നല്ല ശകുനാണെന്നാണല്ലോ വിശ്വാസം. ഒന്ന് മിണ്ടാതിരിക്കടാ. അവൻ പറഞ്ഞോട്ടെ വിജയ് ബാബു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഉടനെ സംഭവിക്കണമെന്നുണ്ടോ? നാവിൽ എപ്പോഴാ ഗുളികം വന്ന് കയറുകയെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ആരാ അന്ധവിശ്വാസി, അവനോ അതോ നീയോ? നിർത്ത്. നമ്മൾ 4 ചെറുപ്പക്കാര് ഒരു റോഡിലൂടെ കാറിൽ ഇങ്ങനെ പോകുമ്പോ ഡിസ്കസ് ചെയ്യാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എന്നാ പിന്നെ അവന്റെ കല്യാണത്തെ പറ്റി പറഞ്ഞാ. ഓ, അതിനെ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. അതെന്താടാ? അവർ രണ്ടുപേരും അടച്ചിട്ട് റൂമിൽ ഇരുന്നും കിടന്നും എത്ര വട്ടം ഡിസ്കഷൻ കഴിഞ്ഞതാ. ഇനിയിപ്പോ ഡെലിവറി നോക്കിയാ മതി. ആംബുലൻസ് വിളിച്ചിട്ടുണ്ടോ? കഷ്ടമായി പോട്ടോ. ഇടിച്ചിട്ടാ ഡ്രൈവർ ഓടിക്കളഞ്ഞു. എന്ത് ചെയ്യാൻ? ആളെ പരിചയമൊന്നുമില്ല. പിടിച്ചോട്ടോ. സ്ട്രെയിറ്റ് വന്ന് ഇടിക്കാന്നാ പറഞ്ഞേ. സംഭവിച്ചെന്നുണ്ടോ? എന്താടി നിന്റെ മുഖത്തൊരു ടെൻഷൻ? സിദ്ധാർത്ഥ് ഇതുവരെ എത്തിയില്ലല്ലോ മർലിൻ. കണ്ടില്ലേ, ചെക്കനെ കുറച്ചു നേരം കാണാതിരുന്നപ്പോ പെണ്ണിന്റെ ഒരു വെപ്രാളം. ഇക്കണക്കിന് ഇത്ര നാൾ നീ എങ്ങനെ പിടിച്ചു നിന്നടി? കുറെ നാൾ ഇവള് സിദ്ധാർത്ഥിനെ പിടിച്ച് റൂമിൽ കിടത്തിയിരുന്നല്ലേ? അന്ന് അരുതാത്ത വല്ലതും സംഭവിച്ചോന്നാ ഇപ്പൊ എന്റെ ബലമായ സംശയം. ഒന്ന് പോടി അവിടുന്ന്. നീ എന്റെ കയ്യിൽ നിന്ന് വല്ലതും മേടിക്കുവേ. അല്ലാതെ ഇതുപോലൊരു വെപ്രാളുണ്ടാവോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ പെണ്ണുങ്ങൾ ആണുങ്ങളെ ഇങ്ങനെ ഇരുമ്പ് കമ്പി പോലെ മുറുക്കി പിടിക്കുക. പിന്നെ ജീവൻ പോവെന്ന് പറഞ്ഞാലും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ല. എടാ, ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നേ. നമുക്ക് നോക്കിയിട്ട് വരാം. വാ. നീ ഒന്ന് വെറുതെ ഇരു. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റാ. അതല്ല, ഇത്രയും നേരമായിട്ട് ഒരാൾ വന്നില്ല അവരുടെ സഹായത്തിന്. അതിന് ഇത് പൊതുവഴിയല്ലേ? ഇതിലെ നമ്മൾ മാത്രമല്ലല്ലോ പോകുന്നത്. എല്ലാവരുടെയും പോക്കറ്റിലുണ്ടല്ലോ ഒരു സാധനം, മൊബൈൽ ഫോണ്. അതിൽ 100-ലോ 108-ലോ ഒക്കെ വിളിച്ചാ പറന്നു വരുമല്ലോ ആംബുലൻസ്. അതൊക്കെ ആരെങ്കിലും വിളിച്ചു കാണും. നമുക്ക് പോവാം. എടാ, അങ്ങനെയൊന്നും ഇതിനൊക്കെ സംഭവിച്ചിട്ടില്ലെങ്കിലോ? എത്ര ജീവൻ അതിനകത്ത് കുടികിടക്കുന്ന രൂപമില്ല. സിദ്ധാർത്ഥ, വേണ്ട. ഇന്നത്തെ ദിവസത്തേക്കെങ്കിലും നിന്റെ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ഒന്ന് മാറ്റിവെക്കേ. ഇത് എത്രാമത്തെ തവണയാ മാനസയുടെ കല്യാണം മുടങ്ങുന്നത്? എല്ലാ തവണയും നീ തന്നെയായിരുന്നു കാരണം. നീ ഇപ്പൊ ഇവിടെ കാണിക്കുന്നതിന്റെ 100-ലൊന്ന് കാരുണ്യമെങ്കിലും ആ പാവം കുട്ടിയോട് കാണിക്കേ. നിനക്കും നിന്റെ കുടുംബത്തിനും സഹായമല്ലേ ചെയ്തിട്ടുള്ളൂ.
അംബിക എന്താ സങ്കടപ്പെട്ടിരിക്കുന്നു? വേണുട്ടാ, ഞാൻ കല്യാണത്തിന് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. പറയേ, എന്താണെങ്കിലും വേണോട്ടനോട് പറയേ. ഞാൻ പൊയ്ക്കോട്ടെ വേണോട്ട കല്യാണത്തിന്. കല്യാണം കഴിഞ്ഞിട്ട് നീ ആദ്യമായിട്ടൊരു ആഗ്രഹം പറഞ്ഞല്ലേ? അരുതെന്ന് പറയുന്നില്ല. ഞാനും വരാം നിന്റെ കൂടെ. പുതുപ്പെണ്ണല്ലേ, നല്ല ഭംഗിയായി അണിഞ്ഞൊരുങ്ങി വേണം പോവാൻ. ആര് കണ്ടാലും സിദ്ധാർത്ഥന്റെ പെങ്ങളൊരു മോശം പറയരുത്. നീ ഒരുങ്ങി വാ, ഞാൻ പുറത്ത് കാത്തിരിക്കാം. വേണുവേട്ടാ, വേണുവേട്ടാ, ഞാൻ റെഡി. നീ റെഡിയായല്ലേ? നീ റെഡിയായല്ലേ? നീ ഇന്ന് കുളിച്ചോ? നീ ഇന്ന് കുളിച്ചോന്ന്? കുളിച്ചു. ഒരു കുളി നല്ലതാ. ഈ ഭൂമിയിലൊട്ടൊരു ജീവൻ അങ്ങ് പിറന്നു കഴിഞ്ഞും ഒരു ജീവൻ ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് പറന്നു പോയി കഴിഞ്ഞും ഓരോ കുളി നല്ലതാ. ആ, നല്ല സാരി. ഇത് പുതിയതാ? അല്ല. ആഹാ, അതുപോരാ, പുതുവസ്ത്രം ഉടുത്തു വേണം പോവാൻ. പക്ഷേ ഇത് ഈ സിന്ദൂരം എന്തിനാടി? അതങ്ങ് തുടച്ചളഞ്ഞേക്ക്. വേണുവേട്ടന് സന്തോഷം കിട്ടുമെന്നുണ്ടെങ്കിൽ വേണ എന്നെ കൊന്നു. പക്ഷെ ഈ സിന്ദൂരം മാത്രം തുടച്ചു കളയരുത്. എന്റെ കൈ തടയാറായോ നീ? പറഞ്ഞ കേക്കില്ലല്ലേ? അമ്മയൊന്നും ചെയ്യല്ലേ അച്ഛാ. പൊടി കേറി പോവാൻ. എവിടാണ് നിനക്കിപ്പോ പോകേണ്ടത്? നിന്റെ അമ്മയുടെ നായരുടെ കല്യാണത്തിനോ? നിന്റെ ഒരു ചേട്ടൻ വർക്ക്ഷോപ്പിലെ ഓയിലും ഗ്രീസിലും നുളയ്ക്കുന്ന പുഴു. അവനിന്ന് കെട്ടാൻ പോകുന്നതേ കോടീശ്വരിയായ മാനസയ്യ. ഞാൻ കെട്ടായിരുന്ന പെണ്ണിനെ. പകരം എനിക്ക് കിട്ടിയതോ ഒരു എടുക്കാച്ചടക്കിനെ. തകർന്നതെന്റെ ജീവിതവും സ്വപ്നങ്ങളും. ആ കല്യാണത്തിന് ഇലയിട്ടിരുന്നുണ്ട നിനക്ക് പോണോ അല്ലടി? അച്ഛാ, വീടച്ഛാ. അച്ഛാ, വീട്.
ചെയ്യല്ലേ ആരോടി പിശാച നിന്റെ അച്ഛൻ? ആരടി? കുഞ്ഞിനൊന്നും ചെയ്യല്ലേ വേണ്ട. അമ്മേ അമ്മേ എണീക്കമ്മേ അമ്മേ അമ്മ എണീക്ക് എണീക്കമ്മേ 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 എണീക്ക് എണീക്കമ്മേ എണീക്ക് എണീക്കമ്മേ 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 എണീക്ക് ഇനി 2 സാക്ഷികളുടെ ഒപ്പുകൂടി വേണം. വരന്റെ ഭാഗത്തുനിന്ന് ഒപ്പ് ഞാനിടാം. ശരി. ദാ. ഇനി ഈ വധുവിന്റെ ഭാഗത്ത് നിന്ന് ആ, നമ്മുടെ മൈനമോള് തന്നെ ആവട്ടെ. കൺഗ്രാറ്റ്സ്. ഇനി ചടങ്ങുകൾ നടക്കട്ടെ. താങ്ക്സ്. ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. ആഘോഷങ്ങൾക്ക് ഇനി ഒരല്പം മധുരമാവാം. വധൂവരന്മാർക്കുള്ള ആദ്യ സ്വീറ്റ് എന്റെ സ്പോൺസർഷിപ്പില്. മൈന, നീ ആ മധുരം വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്ക. മധുരം പോലെ പല പല കാര്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഇത് മാത്രം സ്പോൺസർ ചെയ്യാനുള്ള കഴിവേ ഈ പാവം മെർലിനുള്ളു മോളെ. ഈ ലഡുവിന്റെ പേയ്മെന്റ് വാങ്ങിയതാ. ഒരു മിനിറ്റ്. ഭാര്യക്കൊരൽപ്പം മധുരം കൊടനിയ.
മനസ്സേ, അഞ്ജലിയാ. അവൾക്കൊരു അർജന്റ് കാര്യം പറയാനുണ്ട്. ഇറ്റ്സ് വെരി അർജന്റ്. മനസ്സ, ഞാൻ അഞ്ജലിയാണ്. അഞ്ജലി, നീ നല്ല കക്ഷിയാ. സെലക്ടഡ് ആയിട്ട് കുറച്ചുപേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. എന്നിട്ട് നീ എന്നെ പറ്റിച്ചു കളഞ്ഞു അല്ലേ? മനസ്സേ, ആദ്യം നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇവിടെ ഒരു ആക്സിഡന്റ്. ആർക്ക്? നമ്മുടെ CA ഇല്ലേ, സുഷമ പ്രകാശ്. അന്ന് കല്യാണവേദിയില് നിന്നെ സഹായിക്കാൻ വന്ന. സുഷമയ്ക്കോ? അതെ, സുഷമയ്ക്ക് തന്നെ. ഞാൻ ആ സ്പോട്ടിൽ നിന്ന് തന്നെ വിളിക്കുന്നേ. എന്ത് ആക്സിഡന്റ്? അവരുടെ കാറില് ഒരു ലോറി ഇടിച്ചു. എന്നിട്ട് അവിടെ തന്നെ കിടക്കുക. ആരും സഹായത്തിനില്ല. എല്ലാരും കാഴ്ച കണ്ട് നിൽക്കുക. ഓരോ നിമിഷവും ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. നീ എവിടെയുണ്ട്? എന്തെങ്കിലും ചെയ്യ്. ഞാൻ തനിച്ച് ഇങ്ങനത്തെ സിറ്റുവേഷനില് സുഹൃത്തുക്കൾ പോലും കൂട്ടിനില്ലടി. ഏട്ടാ, നമ്മുടെ സുഷമയ്ക്ക് എന്ത് പറ്റി? സുഷമയ്ക്ക് ആക്സിഡന്റ്. എവിടെ? ബൈപ്പാസ് റോഡിലാ. സഹായിക്കാൻ ആരുമില്ല ഏട്ടാ. റോഡിൽ കിടക്കുക. ഏട്ടാ, എന്ത് ചെയ്യും? സിദ്ധാർത്ഥ, പേടിക്കാതിരി, ഒന്നും സംഭവിക്കില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഒരു കണക്കിന് നമ്മൾ ഒന്നിക്കാൻ തന്നെ കാരണം അവരാ. എല്ലാം എനിക്കറിയാം മനസ്സേ. ആരും സഹായത്തിനില്ലാതെ ചോര വാർന്ന റോഡിൽ എത്ര നേരം കിടന്ന പാവം. എല്ലാരെയും സഹായിക്കുകയും ചെയ്തിട്ടുള്ളൂ. അത് ചോരയിൽ കുളിച്ച് ആ ജീവൻ നട റോഡിൽ കിടന്ന് പെടയുമ്പോ അത് കണ്ടില്ലെന്ന് നടിച്ച് എത്ര പേര് കടന്നു പോയിട്ടുണ്ടാവും അതുവഴി. അതിലൊരാൾ ഞാനായിരുന്നു മനസ്സേ. സിദ്ധാർത്ഥൻ എന്തായി പറയുന്നത്? അതുവഴി തന്നെ മനസ്സാ ഞങ്ങളുടെ കാറും വന്നത്. ഒന്ന് നിർത്തി നോക്കാൻ തോന്നിയില്ല. മുഹൂർത്തത്തിന് വൈകുന്നു എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടെ എന്നെ. നമ്മുടെ കല്യാണത്തിന് വരുന്ന വഴിയാ സിദ്ധാർത്ഥ അവര്. എനിക്കറിയാം മനസ്സാ, സംഭവിച്ചു പോയില്ലേ. ബാക്കിയെല്ലാം നമുക്ക് ഫേസ് ചെയ്യാം, അല്ലാതെ വഴിയില്ലല്ലോ. അതെ, വണ്ടി ഒന്ന് സ്പീഡിൽ പോവോ പ്ലീസ്? മോളെ കരയാതെ, ഇത് അച്ഛമ്മയല്ലേ? ഇതെന്തു പറ്റി മോളെ? ഗോപുമോളെ പോലെ അംബികയും സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് വീണു അല്ലേ? ഈ സ്റ്റെപ്പിന് ഇങ്ങനെ വഴുക്കലുണ്ടായാൽ ശരിയാകില്ലല്ലോ മോളെ.
ഡോക്ടർ സുഷമ പ്രകാശിനെ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റില്ല, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. മാഡം, ഗൗരി ഡോക്ടർ എത്തിയിട്ടുണ്ടോ? ഇല്ല. ഡോക്ടർ ഗൗരിയുടെ സിസ്റ്ററിലോ ഇരിക്കുന്നത്. ആക്സിഡന്റ് ആയി വന്ന പേഷ്യന്റ് അല്ലേ? അതെ. നിങ്ങളുടെ ആരാ ഈ സുഷമ പ്രകാശ്? എന്റെ സിസ്റ്റർ ഡോക്ടർ സുഷമ. ഡോക്ടർ ഗൗരി എപ്പോ വരും? അവർക്ക് വേണ്ടിയാ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് മാഡം. ഗൗരിജി, നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഇല്ല. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? വേഗം വീട്ടിൽ പോ. ഞങ്ങള് പോകുന്നില്ല ചേച്ചി. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്. ഞാൻ തിയേറ്ററിലേക്ക് പോട്ടെ. ഗൗരിജി, സുഷമയ്ക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഹെഡിലും ചെസ്റ്റിലും ഇഞ്ചുറി ഉണ്ട്. സീരിയസ് ആണെന്ന് പറഞ്ഞു. എങ്കിലും നേരിട്ട് കാണാതെ എനിക്കൊന്നും പറയാനാവില്ല. പിന്നെ എന്തെങ്കിലും അറിയാനായിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കണമെന്നൊന്നുമില്ല. തിയേറ്ററിലേക്കാണ് ഞാൻ പോകുന്നത്. അതിനിടയിൽ നിങ്ങൾക്ക് മെഡിക്കൽ ബുള്ളറ്റിന് ഇറക്കി തരാൻ ആളെ വിടാനൊന്നും പറ്റില്ല. സിദ്ധാർത്ഥ, സുഷമ, ഒന്നും സംഭവിക്കരുതേ നമുക്ക് പ്രാർത്ഥിക്കാൻ. മനസ്സേ, നമുക്കതിലെ സാധിക്കൂ. ഗൗരിജിയാണോ സിദ്ധു സുഷമയെ ഓപ്പറേഷൻ ചെയ്യുന്നത്? അതെ. ഏയ്, ഞാൻ പറഞ്ഞില്ലേ നല്ലത് മാത്രം പ്രതീക്ഷിക്കാൻ. ഏയ് മാനസ, അവിടെ നിൽക്കേ. എന്ത് കാര്യമായാലും നമുക്ക് നാളെ സംസാരിക്കാം. നാളെ എനിക്ക് നിന്നോട് ഇപ്പൊ തന്നെ സംസാരിക്കണം. പറ്റുമോ ഇല്ലയോ? അമ്മ സംസാരിക്കേ. എന്താടാ ഇത്? ഇതൊരു പെണ്ണല്ലേ? ഇവളുടെ തലയിൽ ഈ കെട്ടെന്താണെന്നാ ചോദിച്ചത്. അവളുടെ തലയിൽ ചിലപ്പോ കെട്ട് കാണും, കാലിന് ചങ്ങല കാണും. അത് എന്നോട് ചോദിക്കാം. നിന്നെ ഞാൻ അമ്മേ വേണ്ടമ്മേ. നിന്റെ കവിളിലെ നാളെ ഈ പാട് തെണുത്ത് കിടക്കും. ആരെങ്കിലും ചോദിച്ചാലേ പെറ്റതള്ള നാൾ സമ്മാനമാണെന്ന് മറക്കാതെ പറയണം നീ. ഡോക്ടർ സുഷമ മേഡത്തിന് എങ്ങനെയുണ്ട്? ഡോക്ടർ ഗൗരി വരുന്നുണ്ട്, അവർ പറയും. ഞാൻ പറഞ്ഞില്ലേ പ്രാർത്ഥിക്കാൻ, ഏറ്റവും നല്ലതിന് വേണ്ടി. ഒന്നും പേടിക്കാനില്ല. ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തു. ഞങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കോ ഗൗരിജി? അതിന് കുറച്ചുകൂടി സമയമെടുക്കും. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റണം. നിങ്ങൾ പോരുന്നുണ്ടോ എൻ്റെ കൂടെ വീട്ടിലേക്ക്?
ഇല്ല ഗൗരിച്ചി, എനിക്കൊന്ന് കാണണം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇടിച്ചത് നീ, ഇടിപ്പിച്ചത് ആരാടാ? മുത്തശ്ശനാ സാറേ, രാജശേഖരൻ മുത്തശ്ശൻ. വെള്ളം പറയുന്നോ? പേര് പറയാതിരുന്ന എത്ര തരാമെന്ന് പറഞ്ഞാൽ അറിയും ദാക്ഷൻ. ഞാൻ പറഞ്ഞത് സത്യം സാറേ. രാജശേഖരൻ മുത്തശ്ശൻ തന്നെയാ എന്നെ വന്ന് കണ്ട് കാശ് തന്നത്. അയാൾക്ക് സുഷമ സാറിനോട് അത്ര പകയുണ്ടാകാൻ എന്താടാ കാര്യം? അതൊന്നും എനിക്കറിയില്ല സാറേ. ഞാൻ കാശ് വാങ്ങിച്ചിട്ട് പണി ചെയ്തതേ ഉള്ളൂ. പിന്നെ സുഷമ സാർ ജീവിച്ചിരുന്ന മൈനെ അർജുന് കിട്ടുകയല്ലെന്ന് പറയുന്നത് കേട്ടു. ഓ, ഇതിനിടയിൽ അങ്ങനെ ഒരു ലവ് സ്റ്റോറി ഉണ്ടല്ലേ? മുത്തച്ഛനെന്താ ഉച്ചയായിട്ടും പത്രം വായിച്ച് തീർന്നില്ലേ? ഒന്ന് തുടങ്ങിയാൽ അത് തീർത്തിട്ട് ഞാൻ നിർത്താറുള്ളൂ. അപ്പൊ മുഴുവൻ വായിച്ചാണല്ലോ. അതിൽ CI സുഷമ പ്രകാശിനെ ടിപ്പറടിച്ചു കൊല്ലാൻ ശ്രമിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്ത വാർത്തയുണ്ടോ? കാണില്ല മുത്തച്ഛ, കാരണം അതൊരു സീക്രട്ട് സെറ്റപ്പ് ആയിരുന്നു. ഇതിപ്പോ മുത്തച്ഛന് മാത്രമായിട്ട് തമ്പി തരുന്ന ഒരു ഫ്ലാഷ് ന്യൂസാ. അതിന് ഞാനിപ്പോ എന്ത് വേണം? മുത്തച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർത്തിട്ടേ നിർത്തുള്ളൂ എന്ന്. എന്റെ ഒരു ശീലം അതാ. സുഷമ പ്രകാശിനെ കൊല്ലാൻ ശ്രമിച്ചത് രാജേന്ദ്രനാണെന്നാ ഞാൻ ആദ്യം കരുതിയത്. ഒരു സിഇയോട് ഒരു ടിപ്പറുകാരന് വൈരാഗ്യം തോന്നാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. എന്നാൽ പിടികൂടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു ചെറിയ മീൻ മാത്രമാണ്. വലിയ മീനെ കൂടി പിടികൂടിയാലല്ലേ മുത്തച്ഛ ഞാൻ പറഞ്ഞ ഫ്ലാഷ് ന്യൂസിനൊരു പൂർണ്ണത വരുള്ളൂ. എന്നോടുള്ള വൈരാഗ്യം വെച്ച് കള്ളക്കഥകൾ പറഞ്ഞ് വീണ്ടും എന്റെ പുറകെ വന്നാലുണ്ടല്ലോ. മറ്റു രീതിയിലുള്ള പകയൊന്നും ഇവിടെ തീർക്കാൻ നോക്കണ്ട തമ്പി. തമ്പിക്ക് പകയുണ്ട്, അത് ക്രിമിനൽസിനോടാണെന്ന് മാത്രം. ആ രീതി നോക്കിയാ നിങ്ങളോടും പകയുണ്ടെന്ന് പറയുന്നതിൽ ഇത്തിരി വാസ്തവില്ലേ? പിടിച്ച് കേട്ടിട ഇയാളെ. നമുക്കൊരു ഔദ്യോഗിക ബഹുമാനത്തോടെ ഇയാളെയും കൊണ്ടുപോയേക്കാം. ഞങ്ങളൊരു വിനോദയാത്ര പോയിട്ട് വരാം. ആശേ.